സമ്പത്ത് എത്ര വേണം? സിൽബാരിപുരം ദേശത്തിലെ ഒരു ഗുരുകുലമാണ് രംഗം. അവിടെ ആഴ്ചയിലൊരിക്കൽ പൊതുജനങ്ങളെ സംശയനിവൃത്തി വരുത്തുന്നതിനും ഉപദേശം നൽകുന്നതിനുമായി ഗുരുജി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചു. ഒരിക്കലൊരാൾ ചോദിച്ചു, ഗുരുജി, ഒരുവന് സമ്പത്ത് എത്ര വരെയാകാം? സമ്പാദിക്കുന്നതൊരു തെറ്റാണോ? ഗുരുജി പ്രതിവചിച്ചു, സമ്പാദിക്കുന്നതൊരു തെറ്റല്ല, പക്ഷേ അമിതമായും അന്യായ മാർഗത്തിലൂടെയും ഒരു വെള്ളി നാണയം പോലും ആരും സമ്പാദിക്കാൻ പാടില്ല. അതിനുശേഷം ഗുരുജി എഴുന്നേറ്റുപോയി. അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതിനായി ധാരാളം കോഴികൾ വളർത്തിയിരുന്നു. അദ്ദേഹം അടുക്കളയിൽ നിന്നൊരു ചെറിയ കുട്ടിയുമായി നേരെ കോഴിക്കൂട്ടിലേക്ക് നടന്നു. ഏകദേശം 20 മുട്ടയോളം കുട്ടയിൽ വെച്ച് തിരികെ സദസ്സിൽ വന്നു. എന്നിട്ട് സംശയം ചോദിച്ച ആളെ ഗുരുജി അടുത്തേക്ക് വിളിച്ചു. കൈനീട്ടാൻ ആവശ്യപ്പെട്ടു. അയാളുടെ കയ്യിലേക്ക് മുട്ടകൾ ഓരോന്നായി കൊടുക്കുവാൻ തുടങ്ങി. അയാൾ ആദ്യമൊക്കെ മുട്ടകൾ ഇരുകൈയും ചേർത്ത് പിടിച്ച് ശേഖരിച്ചു. എന്നാൽ ഗുരുജി ഒന്നും മിണ്ടാതെ കൊടുത്തുകൊണ്ടിരുന്നു. അയാൾ മുട്ട താഴെ പോകാതിരിക്കാൻ വിഷമിച്ചു. ഗുരുജി, മതി, എനിക്ക് പിടിക്കാനാവുന്നില്ല, ദയവായി നിർത്തൂ. എങ്കിലും ഗുരുജി അതിൻ്റെ മേൽ വെച്ചുകൊണ്ടേയിരുന്നു. മുട്ട താഴെ വീഴാതിരിക്കാൻ വെപ്രാളപ്പെട്ടപ്പോൾ കയ്യിലെ 10ലധികം മുട്ടകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി താഴെ വീണ് പൊട്ടിച്ചിതറി. അതിനുശേഷം ഗുരുജി എല്ലാവരോടുമായി പറഞ്ഞു, സമ്പത്ത് സമ്പാദിക്കുന്നതും ഇതുപോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രമേ കയ്യിൽ ശേഖരിക്കാവൂ. കൂടുതൽ സമ്പത്താകുമ്പോൾ ആദ്യം ഇതെല്ലാം കൈവിട്ട് താഴെ പോകുമോ എന്ന് പേടി തുടങ്ങി മനസ്സമാധാനം പോകും, ദുഃഖിക്കും, അത് രോഗങ്ങളിലെത്തിക്കും. അങ്ങനെയുള്ള ചിലർക്ക് മാനസിക, ശാരീരിക, ആത്മീയ ആരോഗ്യവും നഷ്ടപ്പെട്ട് സർവ്വസമ്പത്തും അനുഭവിക്കാനാവാതെ പോയേക്കാം.